അസ്സലാമു ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇത് ഓവനില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ എടുക്കുക. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്ന് സ്കിപ്പായി പോയതാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പം ബീറ്റ് ചെയ്യുന്നത് മാക്സിമം ഫുൾ സ്പീഡിലിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് ഞാൻ മെഷർമെൻറ്റിന് എടുത്തിരിക്കുന്നത് 150 മില്ലിൻ്റെ ഒരു ടീ കപ്പാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഏകദേശം ഒരു 1.25 കപ്പാണ് ഞാൻ മൈദ എടുക്കുന്നത്. അപ്പോൾ 1.25 കപ്പ് മൈദയ്ക്ക് ഞാൻ എടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് നമുക്ക് വേണ്ടത്. ഞാൻ കറക്റ്റ് 3 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ തന്നെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് സ്പൂൺ കുറച്ച് വലുതായിപ്പോയി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 2 പ്രാവശ്യം ഇരിക്കുമ്പോൾ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കുറച്ചുകൂടി ഒന്ന് കൂടി കിട്ടും. അതിന് നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ ആ എഗ്ഗ് മിക്സിലോട്ട് കുറച്ച് ഈ മൈദയുടെ കൂട്ടൊന്ന് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പീഡിലല്ലാതെ ഇതേപോലെ റൗണ്ടിലൊന്ന് ഇളക്കിയിട്ട് എല്ലാവിടെയും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ബാക്കിയുള്ള നമ്മുടെ മിക്സ് എല്ലാം ഞാൻ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സ്പീഡിൽ ഇളക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ് പോകും. ആ എഗ്ഗിൻ്റെ ആ ഒരു ക്രീമിനെസ്സില്ലേ അത് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 സ്പൂൺ വിനാഗിരിയും കൂടി മിക്സ് ചെയ്ത ഒരു മിക്സാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്ക് ഇടാൻ പറ്റിയ ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുക്കർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്ത കുക്കറാണ്. അപ്പോൾ ഞാൻ പിന്നെ കടായി ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കടായിയുടെ മേലെയാണ് ഞാൻ ഈ കുക്കർ വയ്ക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഈ മിക്സ് ഒന്ന് കുക്കറിൽ ഇട്ടതിന് ശേഷം വിസിൽ ഊരിയിട്ട് വേണം ഇതൊന്ന് അടച്ച് വയ്ക്കാൻ. അതിന് ശേഷം കടായിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഈ കുക്കർ വയ്ക്കാം. ആ സമയം കൊണ്ട് അതൊന്ന് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീമൊക്കെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത് റിച്ചിൻ്റെ സൺവിപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു 500 ഗ്രാം മതിയാവും. 500 അല്ലെങ്കിൽ 250-300 ഗ്രാം മതിയാവും. അപ്പോൾ ഞാൻ അടുത്ത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ എടുക്കുമ്പോൾ 1/2 കിലോൻ്റെ കേക്കാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 250-300 ഗ്രാം മതിയാവും. നമുക്കത് നന്നായിട്ട് പഞ്ചസാര പൊടിയും ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ഞാൻ ഓൾറെഡി ഷുഗർ പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ 1/2 കപ്പ്. ഞാൻ അതിലോട്ട് ഞാൻ വെനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് പുറത്തേക്കൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബബിളിൻ്റെ ആ ഒരു മേൽഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. പിന്നെ സൈഡിലും കൂടി ഞാൻ സിംഗിൾ ലെയറിൻ്റെയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെൻറ്ററിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളവും പഞ്ചസാരയും കൂടി ചേർത്ത് സാധാരണ നമ്മൾ സിറപ്പ് ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ്. പിന്നെ ഞാനൊരു ബട്ടർ നൈഫാണ്, ബട്ടർ ഒക്കെ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നൈഫാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. ഇതും കൊണ്ട് ചെയ്താലും മതിയാവും കേട്ടോ. അധികം വേറെ ഒരു ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മേലോട്ട് നമ്മൾ വേറെ ലാസ്റ്റ് നമ്മുടെ ലെയറായ കേക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും ചേർത്തിട്ട് ഇതൊന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാം. അപ്പോൾ നൈഫ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു പെർഫെക്ഷൻ കിട്ടി. അപ്പോൾ ഏത് നൈഫായാലും കുഴപ്പമില്ല, ബട്ടർ നൈഫായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സാധാ നൈഫായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ടൊന്ന് ഇതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ട്. സ്റ്റാർ നോസിലാണ്, അത് ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. പേപ്പറിൻ്റെ പൈപ്പിംഗ് ബാഗും ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ ജസ്റ്റ് സ്പീഡിലാക്കിയത് ആ വീഡിയോയിൽ എൻ്റെ കൈ മറിഞ്ഞുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നത് കാണുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് കുറച്ച് ചോക്ലേറ്റും കൂടി ക്രഷ് ചെയ്തൊന്ന് സൈഡിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ സെൻറ്ററിൽ കുറച്ച് ചെറിയും വെക്കുന്നുണ്ട്. അപ്പോൾ സാധനം നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനി സെൻറ്ററിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ക്രഷും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് റെഡിയായി. സോ നല്ല സോഫ്റ്റ് ആയിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റൊക്കെയാണ്. സോ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.